നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഉലുവ. ഉലുവ സ്ഥിരമായിട്ട് നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ? പക്ഷെ ഇത് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ചില അസുഖങ്ങളുള്ള ആളുകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പലവിധത്തിലുള്ള അസുഖങ്ങൾ കൂടാനും പല ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് ഉണ്ടാകാനുമുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല സ്ഥിരമായിട്ട് എന്നുള്ളതിനെ പറ്റി ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഉലുവ ഡയറക്റ്റ് കഴിക്കുന്നതും അതുപോലെ തന്നെ ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെയധികം എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് നമുക്ക് മുടിക്ക് ആരോഗ്യം കിട്ടാനും മുടി പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ ഡാൻഡ്രഫ് സ്ഥിരമായിട്ട് താരന്റെ ശല്യമൊക്കെ ഉള്ള ആൾക്കാർ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഉലുവയും പ്ലസ് തൈരും കൂടി നമ്മൾ ഉലുവ അരച്ച് പ്ലസ് തൈരും കൂടെ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മുടി സ്ട്രെങ്ത് വരാനും അതുപോലെ മുടി കൊഴിച്ചിലിനും പ്രത്യേകിച്ചും നമുക്ക് തലയ്ക്ക് എപ്പോഴും ഒരു ചൂട് അല്ലെങ്കിൽ എപ്പോഴും ഒരു വിയർപ്പൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിക്കൻസ് അതിനെ റിമൂവ് ചെയ്യാൻ, പ്രത്യേകിച്ച് ശരീരത്തിലുള്ള വിഷാംശങ്ങളെ റിമൂവ് ചെയ്യാനായിട്ട് ഒഴിവാക്കാനായിട്ട് കൂടി ഇതിന് നല്ലതാണ്. അതുപോലെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ നോക്കുന്നവർക്കും നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെ റിമൂവ് ചെയ്യാൻ കളയാനായിട്ട് കൂടെ ഉലുവ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഷുഗർ അതുപോലെ കൊളസ്ട്രോള് BP ഇതൊക്കെ കുറയ്ക്കാനായിട്ട് കൂടെ സാധിക്കുന്നതാണ്. പക്ഷെ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും നമുക്കിത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഡൈജഷനൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്കും നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ വയറ് ഇൻഡസ്ട്രിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് ഉലുവ സ്ഥിരമായിട്ട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോ സ്കിന്നില് മുഖത്ത് ഫേസിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്കായിട്ട് പ്രത്യേകിച്ചും ഉലുവ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിന്റെ കൂടെ നമ്മൾ പ്ലസ് തൈരും അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജെൽ ഉണ്ടല്ലോ അതുകൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിന് വളരെ നല്ല ഒരു ഗ്ലോ കൊടുക്കാനും അതുപോലെ സ്കിൻ ടൈറ്റനിങ് പ്രത്യേകിച്ച് സ്കിന്ന് ചുളുങ്ങുന്നതൊക്കെ കുറയ്ക്കാനും ഒരു കുറച്ച് കളർ വ്യത്യാസം നമുക്ക് ഫേസിൽ വരുത്താനും ഒക്കെ വളരെ നല്ലതാണ് ഉലുവ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ആഴ്ചയിൽ നമ്മളൊരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്, നമുക്കത് അറിയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് ചില കണ്ടീഷൻസിൽ ചില ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഫസ്റ്റ് പറയുവാണെങ്കിൽ ഒന്ന് നമുക്ക് ഷുഗർ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷുഗർ ലോ ആവുകയും പ്രത്യേകിച്ച് ക്ഷീണവും തളർച്ചയും നമുക്കൊരു തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉള്ളവര് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ നെഞ്ചെരിച്ചിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അൾസർ, നമുക്ക് വയറിൽ പെപ്റ്റിക് അൾസർ ഇങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ പുളിച്ച് തികട്ടുക എന്നൊക്കെ പറയും, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഉള്ള ആളുകൾ ഇങ്ങനെയുള്ളവര് നമ്മൾ സ്ഥിരമായിട്ട് ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ശരീരത്തിനൊരു ക്ഷീണം അല്ലെങ്കിൽ നമുക്കൊരു ബോഡിക്ക് തന്നെ ഒരു എനർജി ഇല്ലാത്ത പോലെ അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ആർത്രൈറ്റിസ് വാക്സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരും സ്ഥിരമായിട്ട് ഉലുവ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മുട്ടുവേദന അതുപോലെ ജോയിന്റ്സിലൊക്കെ പെയിൻ ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെയിൻ വേദന കൂടുകയും ചെയ്യും. ചിലപ്പോൾ അവർക്ക് നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ ലേഡീസിലാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് വയറുവേദന, നമുക്ക് ഗ്യാസ്ട്രിക് പ്രശ്നം ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഉലുവ ഉപയോഗിക്കാവുന്ന നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെനോപാസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂട് അല്ലെങ്കിൽ എപ്പോഴും വേർപ്പ്, നമുക്ക് എപ്പോഴും ബോഡിക്കൊരു ചൂട് കൂടുതൽ സ്വെറ്റിംഗ് കൂടുതലായിട്ടുള്ള ആളുകൾ ഉലുവ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഒരു സ്ഥിരമായിട്ട് ഉലുവ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ചും ഷുഗർ BP ഇങ്ങനെയുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കാണുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അപ്പൊ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ഒരു ടീസ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ഞാൻ പറയുന്നത്, 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഇട്ട് നമ്മൾ നൈറ്റ് ഇട്ട് കുതിർത്ത് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് നമ്മൾ ആ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില ആൾക്കാർ ഈ ഉലുവ ഡയറക്റ്റ് കഴിക്കുക, നമ്മൾ കുതിർത്തിട്ട് കഴിക്കാറുമുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് എല്ലാവർക്കും നമുക്ക് ചിലപ്പോൾ വയറിന് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല, പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ വെള്ളം കുടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കാണെങ്കിൽ, വെയിറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഈ തിളപ്പിച്ച വെള്ളത്തിൽ, ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ അതിന്റെ കൂടെ നമ്മളൊരു അതിന്റെ പകുതി ഒരു ലെമൺ എടുത്ത് നമ്മൾ സ്ക്യൂസ് ചെയ്ത് അതുകൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്, വെയിറ്റ് കുറയ്ക്കാനും. അതുപോലെ തന്നെ നമുക്ക് വയറിലുണ്ടാകുന്ന പ്രത്യേകിച്ച് നമുക്ക് ഇൻഡസ്ട്രീനൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ്, ഈ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഉലുവ ഉപയോഗിക്കാൻ പാടില്ല. അല്ലാത്ത ആൾക്കാർ നമുക്ക് സ്ഥിരമായിട്ട് ഉലുവ വെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ ഉലുവ കുതിർത്ത് കഴിക്കുന്നതും ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.